ഹായ് ഗൈസ്, തുളസീസ് ടേസ്റ്റ് ട്രേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ സ്പെഷ്യൽ ഡിഷാണ്. ചിക്കൻ കറിയുടെ അതേ രുചിയിലും മണത്തിലും ഒരു പച്ചക്കറി മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും വീഡിയോ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 പച്ചക്കായ ചെറുതായി അരിഞ്ഞത്, അരമുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, കറിവേപ്പില, കടുക്, വലിയ ജീരകം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ നമുക്കിതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്. ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊടികളും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പച്ചക്കായ ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് 2 വിസിലിട്ടെടുക്കാം. പച്ചക്കായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, തേങ്ങയും 1 നുള്ള് വലിയ ജീരകവും കൂടെ വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. തേങ്ങ നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പച്ചക്കായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടണം.
നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇടാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മളുടെ പച്ചക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.